നിലവിൽ പുറത്തുവരുന്ന വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയോട് പാർട്ടി നേതൃത്വം കാണിച്ചത് തികഞ്ഞ അനീതിയാണ്. മറ്റ് ജില്ലകളെപ്പോലെ സേഫ് സോണിൽ നിന്നുകൊണ്ടല്ല കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ച് വടകര താലൂക്കിൽ രാഷ്ട്രീയ പ്രവർത്തനമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ നടക്കുന്നത്. നാളിതുവരെയും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തോടും ബോംബ് രാഷ്ട്രീയത്തോടും ഒക്കെ നേർക്കുനേർ പോരാടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലും ഞങ്ങൾ നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും ഒട്ടനേകം അക്രമ സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പോലീസിനോടൊക്കെ ശക്തമായി ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം ഞങ്ങളുടെ വടകര താലൂക്കിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടിന് ഒരു മന്ത്രിസ്ഥാനം എന്നത്, പ്രത്യേകിച്ച് വടകര താലൂക്ക് പോലത്തെ ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗിന് ഒരു മന്ത്രിസ്ഥാനം എന്നത് അത് ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് കിട്ടുന്നവർക്കൊരു അംഗീകാരം എന്നത് മാത്രമല്ല, അതൊരു സുരക്ഷിതത്വബോധം കൂടിയാണ്. ഞങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക്, ഞങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾക്ക് ഒരു സുരക്ഷിതത്വബോധം കൂടിയായിരുന്നു അത്. പക്ഷേ അതുണ്ടായില്ല എന്നത് അങ്ങേയറ്റത്തെ നിരാശയാണ് ഞങ്ങൾ പ്രവർത്തകർക്ക് സമ്മാനിക്കുന്നത്. ഞാനൊരു മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ്. ഏറെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ പറയട്ടെ, ഈ അനീതി അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ബഹുമാനപ്പെട്ട പാർട്ടി പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. തീരുമാനങ്ങൾ വന്നിട്ടില്ല എങ്കിലും പുറത്തുവരുന്ന വാർത്തകൾ നിരാശാജനകമാണ്. പക്ഷേ തങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നു, പാർട്ടി നേതൃത്വത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. നല്ലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം പണിയെടുക്കാൻ കോഴിക്കോടും